നിങ്ങൾ മെഡിക്കൽ ക്രൈം എന്ന് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഞാനും ഈ അടുത്തൊരു മെഡിക്കൽ ക്രൈമിന്റെ ഭാഗമായി. ഹായ് മായ. മായ ചായ കുടിക്കുന്നില്ലല്ലോ. മായ റെഡിയല്ലേ? എന്താ മായക്ക് പറയാനുള്ളത്? മായയുടെ പ്രശ്നം എന്താണ്? ഡോക്ടർ, ഐ ആം എ നേഴ്സ്. ഇവിടെ GHS ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല. ഹോസ്പിറ്റലിൽ പോകാൻ തന്നെ പറ്റാതായി. ഐ എം കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആൻഡ് ഡിപ്രസ്ഡ്. കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിൽ വെച്ചൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഞാനായിരുന്നു അതിലുണ്ടായിരുന്നത്. ഒരു പെൺകുട്ടിയുടേതായിരുന്നു ഓപ്പറേഷൻ. ഒരു 10 വയസ്സുള്ള കുട്ടി. വയറിനായിരുന്നു. ഓപ്പറേഷൻ ഇടയ്ക്ക് ഡോക്ടർക്കൊരു അബദ്ധം പറ്റി. ഇഞ്ചുറി ഉണ്ടായി. ആ കുഞ്ഞ് മരിച്ചു. അവർക്കതൊരു സാധാരണ സംഭവിക്കാൻ പറ്റി. പക്ഷേ എനിക്കതിന് ശേഷം ആ കുഞ്ഞിൻ്റെ മുഖവും ആ ദിവസമൊന്നും കണ്ണിൽ നിന്ന് പോകുന്നില്ല. അതിനുശേഷം ഞാൻ ഒരു ദിവസം മാത്രമേ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളൂ. പോകാൻ പറ്റുന്നില്ല. കുട്ടിക്ക് എന്തായിരുന്നു? വയറുവേദനയായിട്ടാണ് വന്നത്. ഹെരണിയുടെ ഓപ്പറേഷൻ ആയിരുന്നു സാർ. എനിക്കവരുടെ പേരൻസിനെ പറ്റി ഓർക്കുമ്പോഴാണ് സാർ, സത്യത്തിൽ എല്ലാവരും കൂടെ അവരെ പറ്റിക്കല്ലേ. ഇതൊന്നും അറിയാതെ അവർ. എനിക്കിതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് റിക്കവർ ചെയ്യണം സാർ. ഐ ജസ്റ്റ് നീഡ് എ സൊല്യൂഷൻ. സി മായ, ഇതൊരു ഇമോഷണൽ പ്രോബ്ലമാണ്. ഐ ക്യാൻ ഹെൽപ്പ് യു. നമ്മൾ വളരെ ഈസിയായി ഈ കാര്യത്തിൽ നിന്ന് പുറത്തു വരണം. സമയമെടുക്കും. മായ ട്രൈ ചെയ്യണം. എനിവേ, മായ മനസ്സോർന്ന് സംസാരിച്ചല്ലോ. നമുക്ക് നോക്കാം. ഡോണ്ട് വറി. ശരിയാ സാർ. ഐ നീഡ് ടു സ്ലീപ്പ്. എനിക്കിതുകൊണ്ട് നടക്കാൻ വയ്യ. എനിക്ക് പഴയതുപോലെ ഒന്ന് ചിരിക്കണം ഡോക്ടർ. ഐ ഡോണ്ട് നോ വെദർ ഐ ക്യാൻ ഗോ ടു ദാറ്റ് ഹോസ്പിറ്റൽ അഗെയിൻ. ഐ എം ഗോയിങ് ടു റിസൈൻ. ഐ നീഡ് എ ചേഞ്ച്. നമുക്കിനി നാളെ ഇരുന്നാലോ? 1-2 പ്രാവശ്യം നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിച്ച് മായ ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ യു വിൽ ബിക്കം ബെറ്റർ. ബാക്കിയെല്ലാം മായ ട്രൈ ചെയ്യുന്ന പോലെ ഇരിക്കും. സാർ എപ്പോഴാണ് ഫ്രീ ആവുന്നേ? ഐ വിൽ ടെക്സ്റ്റ് യു. ഹലോ, എന്തായിട്ട് നീ പറഞ്ഞോ? പറഞ്ഞു. നീ എന്താ പറഞ്ഞു? കൊച്ചു മരിച്ചതിനെ കുറിച്ച്. പുള്ളിക്ക് വല്ല മനസ്സിലായോ? അറിയില്ല. ഞാനിത് ഇത്ര സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടും പുള്ളി അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ചോദിച്ചില്ല. ഒന്നും ചോദിച്ചില്ലേ? ഇല്ലടാ. നീ ഇപ്പോൾ ഓക്കെ അല്ലേ? ബെറ്റർ. നാളെ അടുത്ത സിറ്റിംഗ്. അത് സാരയില്ലടി, നീ എല്ലാം പറഞ്ഞല്ലോ. നിന്റെ ടെൻഷൻ മാറിയല്ലോ. പിന്നെ ഇത് നിന്റെ മിസ്റ്റേക്ക് അല്ലല്ലോ, ഹോസ്പിറ്റലുകാരുടെ പ്രശ്നമല്ലേ. സോ ഡോണ്ട് വറി. എന്നാലും പോയത് അവർക്കല്ലേ. എനിവേ, അവർ കാര്യങ്ങൾ അറിയട്ടെ. നീ റിസൈൻ ലെറ്റർ അയച്ചോ? എടാ, വൈകിട്ട് കാണാം. ഞാൻ എന്നാ വെക്കുവോ? ആ, ഓക്കെ ഓക്കെ.
കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിൽ വെച്ചൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയുടേതായിരുന്നു ഓപ്പറേഷൻ. ഒരു 10 വയസ്സുള്ള കുട്ടി വയറിനായിരുന്നു. ഓപ്പറേഷൻ നടത്തി ഡോക്ടർക്ക് ഒരു അബദ്ധം പറ്റി. ഇഞ്ചുറി ഉണ്ടായി. ആ കുഞ്ഞ് മരിച്ചു. ഹലോ. ഹലോ. അമ്മായി നാളെ 2 മണിക്ക് ഫ്രീ ആണോ? അതെ ഡോക്ടർ. എങ്കിൽ നാളെ പോന്നോളൂ. ഐ വിൽ ബി ഫ്രീ. ഓക്കെ സർ. എൻ്റെ മോളാണ് മെഡിക്കൽ ക്രൈം ഇരയായത്. നാളെ മായ വരും. ഞാൻ എന്തു പറയണം?